രണ്ടും നല്ല പഴുത്ത കപ്പളങ്ങയാണ്. ഇത് ഞാൻ നല്ലെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, കരിയാപ്പില, പച്ചമുളക്, ഉണക്കമുളക് ഇത്രയിട്ട് മൂപ്പിച്ചെടുക്കണം. ചെറു തീയിൽ വെച്ച് വേണം മൂപ്പിക്കാൻ. തീ പരിവാക്കുന്നത്. അതുകൊണ്ട് ഞാൻ കാശ്മീരി മുളക് പൊടി 2 സ്പൂണ്, ഉലുവ പൊടിച്ചത് 1 സ്പൂണ്, മഞ്ഞൾപ്പൊടി ചെറിയ സ്പൂൺ, കായം 1 സ്പൂൺ, പൊടിക്കായമാണ്, ശർക്കര, സ്പൂൺ ഉപ്പ് ഇട്ട് നന്നായിട്ട് ചെറു തീയിലിട്ട് വഴറ്റിയെടുക്കുമ്പോൾ ഈ പരിവ് അതിനകത്ത് നമ്മൾ കുറച്ച് വിനാഗിരി, 2 ടേബിൾ സ്പൂൺ വിനാഗിരി, ഇത് പഴുത്ത പപ്പായയാണ്. ഇതിനകത്ത് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. വെള്ളം ചേർക്കാതെ സാവധാനത്തിൽ ഇളക്കണം, ഇത് പൊടിഞ്ഞു പോകാൻ സാധ്യതയില്ല. അച്ചാർ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം കുപ്പിയിലാക്കി വയ്ക്കുക. കുറച്ച് ദിവസം കഴിഞ്ഞ് എടുക്കുവാണെങ്കിൽ അതിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഉപ്പൂടെ ഉപയോഗിച്ച് അതിന് ടേസ്റ്റ് അറിയാൻ പറ്റും. നല്ലെണ്ണ സ്വല്പം കൂടുതൽ ഉപയോഗിക്കണം. അത് നിങ്ങളൊന്ന് ചെയ്യുന്നു.